നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദുആഉൽ കർബ് നടത്തുമായിരുന്നു. എന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർദ് വറബ്ബുൽ അർശിൽ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. പ്രയാസങ്ങൾ നേരിട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന വചനങ്ങളാണ് തൗഹീദിന്റെ വചനങ്ങളാണ്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു പറഞ്ഞു, അലാ ഉഅല്ലിമുകി കലിമാത്തിൻ തഖൂലീനഹുന്ന ഇൻദൽ കർബ്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. പ്രയാസങ്ങൾ ഉണ്ടായാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ, മക്കളുണ്ടാകുന്നില്ലെങ്കിൽ, മക്കളുടെ വിവാഹം നടക്കുന്നില്ലെങ്കിൽ, ജോലി ശരിയാകുന്നില്ലെങ്കിൽ, കച്ചവടങ്ങളിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ജാരങ്ങളിലേക്കല്ല. നിങ്ങൾ അമ്പിയാക്കളെയല്ല സമീപിക്കേണ്ടത്, ഔലിയാക്കളെയല്ല സമീപിക്കേണ്ടത്, വിഗ്രഹങ്ങൾക്ക് പൂജകൾ അർപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ഷൈആ എന്ന് പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്റെ റബ്ബ് അള്ളാഹുവാണ്, എന്നെ സൃഷ്ടിച്ചവൻ, എന്റെ ഉടമസ്ഥൻ, എന്റെ പരിപാലകൻ എന്നല്ല, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ മുദബ്ബിറുൽ ആലം അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹുവിൽ ഒന്നിനെയും ഞാൻ പങ്കുചേർക്കുകയില്ല തന്നെ. എന്റെ ഇബാദാത്തുകൾ അഖിലവും, എന്റെ ദുആകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ ഇസ്തിഗാസകൾ, എന്റെ ഇസ്തിആനകൾ, എന്റെ ഭയങ്ങൾ, എന്റെ പ്രതീക്ഷകൾ സകലതും അള്ളാഹുവിന് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക. ഇതാണ് പ്രശ്നങ്ങൾ മാറാനുള്ള പരിഹാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്.